ഭയങ്കര ജോലിയിലാണല്ലോ. ഇതാ ഒരു സാധനം കാണിച്ചു തരാം, എല്ലാവരും റിപ്പയർ ചെയ്യുന്ന നോക്കിക്കോ. പൊന്നൂസ് എന്ത് ചെയ്യുന്നേ? ഞാൻ സാരീൻ്റെ കല്ലേലം കളയുന്നു. സാരി ഭയങ്കര വെയിറ്റ്. കണ്ട ഒരു അബദ്ധം പറ്റിയതുണ്ട. ഇപ്പോൾ അല്ല കേട്ടോ. എത്ര വർഷമായി? 12 അല്ലേ? 12 വർഷത്തോളമായി. റീജാമയുടെ കല്യാണത്തിന് എടുത്ത സാരി. പക്ഷേ എൻ്റെ മുന്താണി വെയിറ്റായിട്ട് ഉടുക്കാൻ പറ്റുന്നില്ല. ഇത് ഉടുത്താൽ, ഇത് ചുമലത്തിട്ടാൽ മറ്റേ മോഹൻലാലാവുന്നല്ലോ തോളിച്ച് എരിഞ്ഞു പോന്ന്. ഇപ്പം എന്ത് ചെയ്യുന്നറിയോ? ഇതാ ഫുള്ള് ഈ മുന്താണിനെ ഫുള്ള് കല്ലയും കളയാൻ പോകുന്നത്. ഇതാ ഇടില്ലതെല്ലാം കളഞ്ഞു. ഇതാ ഇടില്ലെല്ലാം കളഞ്ഞു. ഇനി ഇതാ ഇത് ഫുള്ള് കളയണം. നല്ല രസമുള്ള സാരിയാണ്, പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, വെയിറ്റായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. എല്ലാവരും ഭയങ്കര വർക്കിലാന്നുള്ളത്. ഇത് കളയണ്ട കനി, ഇവിടുന്ന് അങ്ങോട്ട് കളയാം. ഇവിടുന്ന് അങ്ങോട്ട് കളാം. എന്താ ഇതിങ്ങനെ വലിച്ച് ഈ വട്ടം കളയണ്ട കേട്ടോ, വട്ടം ഉണ്ടായിക്കോട്ടെ. ഇത് പൊന്നൂസേ സാരി കീറാൻ പാടില്ല. നല്ല രസമുള്ള സാരിയാണ് കേട്ടോ, നല്ല കളറും വർക്ക്. പക്ഷെ വർക്ക് ഒരുപാട് കൂടുതലായിപ്പോയി. പക്ഷെ ഈടൊന്നും പ്രശ്നമില്ല. ഈ മുന്താണിയാണ് ഭയങ്കര കനം. ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഉണ്ട് കാണാൻ, നല്ല ഓപ്പണായിട്ട് ഇടണം. നല്ല വെയിറ്റ് എന്ന് വെച്ചാൽ താങ്ങാൻ പറ്റുന്നതിലപ്പുറത്ത്. ഒരു തവണയായിട്ട് ഉടുത്തതേ ഇല്ലു, കല്യാണത്തിനൊന്നും ഉടുത്തതേ ഇല്ലു. അന്ന് ഉടുത്തിട്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു പരുവത്തിലായിനി. കഷ്ടപ്പാടാണല്ലോ മനുഷ്യ. കത്രിയോണ്ട് ഒരറ്റത്ത് പൊട്ടിക്കണം. കണി എന്ത് ചെയ്തു? പൊട്ടിച്ചിട്ട് അവസാനം കയ്യെല്ലാം വേനെടുക്കുന്നുണ്ട്. കുറച്ച് നേരം നിർത്തി, സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും തുടങ്ങി അല്ലേ അണി? പൊന്നിച്ച് സാരി കീറിയേക്കല്ല, ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവും. പിന്നെ അമ്മ എന്തിനാ സാരി കളയുന്നു? അമ്മ കളയുന്നില്ല, ഇത് കല്ലിളക്കുന്നത്. ഇത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഉടുക്കാൻ പറ്റുമോ നോക്കാമല്ലോ. വെറുതെ ഉടുക്കാതെ വെക്കുന്നതിനേക്കാളും നല്ലതല്ലേ അല്ലേ നാണി? നീ സാരി കീറിയേക്കല്ലോ പൊന്നിച്ചേ. എല്ലാം കളഞ്ഞിട്ട് കാണിച്ചു തരാമല്ലോ ഒന്നുകൂടി അല്ലേ? എല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഈ വീഡിയോ എടുക്കാം. അടുത്ത കാലത്തെങ്ങാനും കയ്യോ? ഊഞ്ഞാലാടുന്ന പിള്ളേരെ പിടിച്ചിട്ടാണ് ഈ ജോലി ഏൽപ്പിച്ചത് അല്ലേ പൊന്നീസേ? അല്ലേ കണി? പൊന്നീസേ തല തോർത്തയച്ചു വെച്ചിട്ടല്ല. കൈവേന എടുക്കുന്ന ആ മതിയാക്കിക്കോ. പൊന്നൂസ് എല്ലാ ജോലിയും വൃത്തിയായിട്ട് ചെയ്യുമല്ലോ പൊന്നിത്തെ. പൊന്നൂസിന് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അടുക്കളയിലായാലും അങ്ങനെ
ഞാൻ എപ്പോഴും വലിയ ആൾ ചെയ്യുന്ന ജോലിയെല്ലാം ചെയ്യാറിട്ട് വരും. പക്ഷെ നമ്മൾ സമ്മതിക്കൂല. കുഞ്ഞുങ്ങളെ ജോലി ചെയ്യും. ചായ ഒക്കെ ഉണ്ട്, നീ പെമ്പിടില്ല. ഞാൻ കളിക്കുന്നില്ല. ഇതൊന്നും കളയാൻ മനസ്സ് വരുന്നില്ലപ്പാ. പക്ഷെ എന്ത് ചെയ്യാ, കൊടുക്കാൻ പറ്റണ്ടേ? അല്ല വേണി. പക്ഷെ കുറച്ച് എന്തിനാ അമ്മേനെ സഹായിക്കാൻ ഇഷ്ടമാണ്, കമന്റ് ബോക്സ് ചെയ്യണേ. അതന്നെ, ഇതുപോലെ അമ്മേനെ സഹായിക്കലുണ്ടോന്ന്. ഞാൻ പാത്രം കഴുകുന്നത്, കുപ്പായം മടക്കിക്കൊണ്ട് ചെയ്യേ. കണിയോ അമ്മേനെ സഹായിക്കലുണ്ടോ? എന്ത് ജോലി? പാത്രം കഴുകാൻ സഹായിക്കും, അടിച്ചു വാരാൻ സഹായിക്കും. നീ അടിച്ചു വരലുണ്ടോ? എനിക്ക് ചെറിയ മാച്ചേക്കും. നമുക്ക് മറ്റേ മാച്ചായതുകൊണ്ട് മാച്ചല്ല, മറ്റേ ഇതില്ലേ എന്തോ കറുപ്പ് കളറെല്ലാം അത് ഇടാൻ നല്ലതാണ്. ഞാൻ തുടക്കുകയും തന്നെ ചെയ്യും. തുടക്കുന്നത് നല്ല രസമുണ്ട്, അത് തുടക്കാനും പിയ്യാനെല്ലാം പിന്നെ നല്ല രസമാണ് തുടക്കുന്നത്. ഞാൻ നിങ്ങൾ വർത്താനം പറയുന്നു, ജോലി ചെയ്യുന്നു. ഡ്രസ്സ് എടുക്കാൻ ഇപ്പോൾ പോന്നു കണി ഓണത്തിന്. എടുത്തോ? തീരുമാനമായില്ല കുട്ടി, തീരുമാനമായില്ല. എത്ര ആക്കിയാലും ഈ സൈഡിൽ നടുക്ക് താഴെ നടുക്ക് ഇതുണ്ട്. ഇത് പൊട്ടിക്കാണ്ട് പിന്നെ ഇപ്പുറം ആക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതാ നമ്മ ഇതെല്ലാം കല്ലെല്ലാം എടുത്ത് മാറ്റി. ഇതാ ലാസ്റ്റ് മാത്രം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇട്ട് നോക്കിയിട്ടാകുമ്പോഴത്തേക്ക് കുറച്ച് വെയിറ്റ് കുറവുണ്ട്. മതിയും തോന്നുന്നു. മുഴുവൻ കളയാൻ മനസ്സ് വരുന്നില്ല. ഇത്ര മതിയല്ലോ വനിസേ? മതിയല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ആക്കാം അല്ലേ? ഓ അങ്ങനെ കുറേ നേരമായി ഇതിനെക്കൊണ്ട് കളിക്കുന്നു. ജോലി കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് നോക്കി എത്ര കല്ല ബെഡ് നിറച്ചും. ഒരുപാടുണ്ട്. യാ ദൈവമേ, എത്ര 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 യാ ദൈവമേ, നിലത്താ നിലത്ത് റൂം നിറച്ചു കല്ലന്നെ. പൊന്നീഷേ നോക്കി ബെഡ് നോക്കി. യോ ദൈവമേ, ഇതിൽ വേണം വായിലൂടെ. ഇത് നമുക്ക് വാരിട്ടേ എല്ലാം അടിച്ചു വാരി കളയാം. ഇതിനെ കൊണ്ട് എന്തെങ്കിലും ആക്കാൻ പറ്റിയ ആക്കായിരുന്നു. ശരിയുണ്ടോ? ഞാൻ എടുത്തിയാണ് മാമ്പ് കണക്കിയുണ്ട്. എന്താണ് കനമുണ്ടേ ഇപ്പോൾ? എത്ര നിറച്ചിട്ടുണ്ടായതല്ലേ. ഇതാ ഒരാളുടെ ക്ഷീണം പിടിച്ചിട്ട് കിടക്കുന്നുണ്ട്. ബെഡിൻ്റെ കവറിൽ ഊരിയിട്ടാണ്, ബെഡ്ഷീറ്റെല്ലാം ഊരി മാറ്റിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.